ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ആണ് വിസാറ്റ്. അപ്പോൾ പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വിസാറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. വിസാറ്റിൻ്റെ പൂർണ്ണരൂപം വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്. അപ്പോൾ വിസാറ്റിൻ്റെ പൂർണ്ണരൂപം വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്പേസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് വിസാറ്റ് നിർമ്മിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്പേസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് വിസാറ്റ് നിർമ്മിച്ചത്. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം വിസാറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2022 ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രൊഫസർ VD കൃഷ്ണൻ നമ്പ്യാർ. അപ്പോൾ 2022 ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ VD കൃഷ്ണൻ നമ്പ്യാർക്കാണ്. 30,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 വിവർത്തന രത്ന പുരസ്കാരത്തിന് രാജേശ്വരി ജി നായർ അർഹയായി. അപ്പോൾ 2022 വിവർത്തന രത്ന പുരസ്കാരത്തിന് രാജേശ്വരി ജി നായർ അർഹയായി. 2022 ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം പ്രൊഫസർ VD കൃഷ്ണൻ നമ്പ്യാർക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. 2034 ഫുട്ബോൾ ലോകകപ്പ് വേദി. ഉത്തരം ഓപ്ഷൻ സി ആണ്, സൗദി അറേബ്യ. അപ്പോൾ 2034 ഫുട്ബോൾ ലോകകപ്പ് വേദി സൗദി അറേബ്യ ആണ്. 48 രാജ്യങ്ങൾ 2034 ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി കാനഡ, മെക്സിക്കോ, US എന്നിവിടങ്ങളാണ്. അപ്പോൾ 2034 ഫുട്ബോൾ ലോകകപ്പ് വേദി സൗദി അറേബ്യയാണ്. 48 രാജ്യങ്ങളാണ് 2034 ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദികൾ കാനഡ, മെക്സിക്കോ, US എന്നീ സ്ഥലങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കാന്തല്ലൂർ. അപ്പോൾ കാന്തല്ലൂരിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്. 6000-ഓളം വർഷം പഴക്കമുള്ള മുനിയറകളും ഗുഹാക്ഷേത്രങ്ങളുമുള്ള പ്രദേശമാണ് കാന്തല്ലൂർ. അപ്പോൾ 6000-ഓളം വർഷം പഴക്കമുള്ള മുനിയറകളും ഗുഹാക്ഷേത്രങ്ങളും ഉള്ള പ്രദേശമാണ് കാന്തല്ലൂർ. സംസ്ഥാനത്ത് ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. ആദ്യമായി മൺസൂൺ ടൂറിസം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യമായി മൺസൂൺ ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൺസൂൺ ടൂറിസം ആരംഭിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂരിനാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര കുടിയേറ്റ ദിനം ആചരിക്കുന്നത് എന്ന്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 18. അപ്പോൾ ഡിസംബർ 18-നാണ് രാജ്യാന്തര കുടിയേറ്റ ദിനം ആചരിക്കുന്നത്. 2023 രാജ്യാന്തര കുടിയേറ്റ ദിനത്തിൻ്റെ പ്രമേയം സുരക്ഷിതമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ. അപ്പോൾ 2023 രാജ്യാന്തര കുടിയേറ്റ ദിനത്തിൻ്റെ പ്രമേയം പ്രൊമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ. രാജ്യാന്തര അറബിക് ഭാഷാ ദിനം ആചരിക്കുന്നത് ഡിസംബർ 18-ആണ്. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുന്നത് ഡിസംബർ 18-ആണ്. അപ്പോൾ ഡിസംബർ 18-ആണ് രാജ്യാന്തര കുടിയേറ്റ ദിനം, രാജ്യാന്തര അറബിക് ഭാഷാ ദിനം, രാജ്യാന്തര ന്യൂനപക്ഷ അവകാശ ദിനം എന്നിവ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡിൻ്റെ ഏറ്റവും പുതിയ വകഭേദം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, JN1. അപ്പോൾ 2023 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡിൻ്റെ വകഭേദമാണ് JN1 എന്നത്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് JN1 റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് JN1 റിപ്പോർട്ട് ചെയ്തത്. JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ലക്സംബർഗിലാണ്. അപ്പോൾ JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ലക്സംബർഗിലാണ്. ഇന്ത്യയിൽ കേരളത്തിലാണ് JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 2023 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡിൻ്റെ ഏറ്റവും പുതിയ വകഭേദമാണ് JN1 എന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് 2023 ഡിസംബർ 16-ന് ആചരിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 250. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാമത് വാർഷികമാണ് 2023 ഡിസംബർ 16-ന് ആഘോഷിച്ചത്. 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികമാണ് 2023 ഡിസംബർ 16-ന് ആചരിച്ചത്. 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അടുത്ത ചോദ്യം നോക്കാം.
2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏതു മേഖലയിലാണ് പ്രശസ്തി നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർട്ടൂൺ. അപ്പോൾ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി കാർട്ടൂൺ മേഖലയിലാണ് പ്രശസ്തി നേടിയത്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകാംഗവും ചെയർമാനുമായിരുന്നു എസ് സുകുമാരൻ പോറ്റി. കാർട്ടൂണിസ്റ്റ് സുകുമാർ. 1996 ഹാസ്യ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1950 വികടൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആദ്യ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച സുകുമാരൻ പോറ്റി ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകാംഗവും ചെയർമാനുമായിരുന്നു എസ് സുകുമാരൻ പോറ്റി. 1996 ഹാസ്യ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1950 വികടൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആദ്യ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. പോളോ ഗെയിംസിൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇംഫാൽ. അപ്പോൾ ഇംഫാലിലാണ് പോളോ ഗെയിംസിൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. മണിപ്പൂരിൽ ഇംഫാലിലെ മാർജിംഗ് പോളോ കോംപ്ലക്സിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പോളോ കളിയുടെ ജന്മനാടാണ് മണിപ്പൂർ. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ആണ്. അപ്പോൾ പോളോ ഗെയിംസിൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇംഫാലിലാണ്. മണിപ്പൂരിൽ ഇംഫാലിലെ മാർജിംഗ് പോളോ കോംപ്ലക്സിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പോളോ കളിയുടെ ജന്മനാട് മണിപ്പൂരാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തിലെ ആദ്യ സിനിമ? ഉത്തരം ഓപ്ഷൻ എ ആണ് കോഡ. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തിലെ ആദ്യ സിനിമയാണ് കോഡ. 2022 79ാമത് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ പവർ ഓഫ് ദ ഡോഗ് എന്ന ചിത്രമാണ്. മികച്ച ചിത്രത്തിനുള്ള 95ാമത് ഓസ്കാർ പുരസ്കാരം നേടിയത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രമാണ്. 2022 79ാമത് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി പവർ ഓഫ് ദ ഡോഗ് എന്ന ചിത്രമാണ്. മികച്ച ചിത്രത്തിലുള്ള 95ാമത് ഓസ്കാർ പുരസ്കാരം നേടിയത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രമാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തിലെ ആദ്യ സിനിമ കോഡ എന്ന ചിത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.